ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് കുരിശിങ്ങളെ ക്ഷണിക്കുന്നു. സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി തിരുവനന്തപുരത്ത് നടത്തുന്ന രണ്ടാമത് പത്രസമ്മേളനമാണ്. ഈ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനരായ തിരുവനന്തപുരത്തെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഈ സമകാലിക കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായും സമകാലിക ഭാരതത്തിലെയും കേരളത്തിലെയും താലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈനംദിനം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ വാർത്ത നൽകി വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ഉണ്ടായ മിക്ക വിഷയങ്ങളിലും സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയം ഇവിടെ രൂപപ്പെടുത്തുകയുണ്ടായി. അല്ലെങ്കിൽ പാർട്ടിയുടെ നയം ബഹുമാനായ ജനതയോട് പത്രങ്ങളും മാധ്യമങ്ങളും വഴി പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഭാരതത്തിൻ്റെ മതേതരത്വം, ഭാരതത്തിൻ്റെ ന്യൂനപക്ഷ സംരക്ഷണം, ഭാരതത്തിലെ സാമൂഹ്യ നീതി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം രംഗങ്ങളിലൊക്കെ സമത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ സമകാലിക കേരളത്തിലും ഭാരതത്തിലും ഒട്ടേറെ ദൈനംദിന വിഷയങ്ങളിലൂടെ സമൂഹം കടന്നു പോകുമ്പോൾ ഒപ്പം തന്നെ വിലക്കയറ്റം, സ്വർണ്ണക്കൊള്ള, അക്രമങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ മറ്റൊരു വശത്ത്, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മളൊക്കെ ആശങ്കയിലാക്കിയ പല വിഷയങ്ങളുണ്ടായി. മാധ്യമം കണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി. FCRA വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ FCRA വിഷയത്തിൽ വളരെ കൃത്യമായൊരു നിലപാട് സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ദുഃഖവെള്ളിയാഴ്ച, പെസഹ വ്യാഴം, ഈ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ പരിശീലനം നടത്തുകയാണ്. അത് മാറ്റിവെക്കേണ്ട ഒന്നാണ്. ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പൊതുപരീക്ഷ നടക്കുകയാണ്, അതും മാറ്റിവെക്കേണ്ട ഒന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളിലൊക്കെ സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാടിൽ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കാനാണ് സേവാ സജീവ് ഡെമോക്രാറ്റിക് പാർട്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ UDFൻ്റെ നേതാക്കന്മാർക്ക് കത്ത് നൽകുകയുണ്ടായി. നമ്മൾ പത്രത്തിലൂടെ അറിയിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണം നമുക്കറിയാം. എല്ലാ മേഖലകളിലും മുരടിപ്പുണ്ടായ ഒരു ഭരണമാണ്. ആ ഭരണത്തിന് മാറ്റമുണ്ടാവണം. കേരളത്തിൽ പുതിയൊരു ഭരണമുണ്ടാവണം. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിന് ഞങ്ങളുടെ ഈ പാർട്ടി ഐക്യജനാധിപത്യത്തോടൊപ്പം നിൽക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.